ഒരു ജോലി ആരാണ് ആഗ്രഹിക്കാത്തത്? മാന്യതയോടെ ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗമാണ് ജോലി. ജോലിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പല പല ജോലികളും കടന്നു വരും. ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ, അങ്ങനെ ഒരുപാട് ജോലികൾ. എന്നാൽ ഈ ജോലികളൊക്കെ നാം കേട്ടിട്ടുള്ളവയാണ്. പക്ഷേ ഇവിടെ പറയാൻ പോകുന്ന ജോലികൾ അങ്ങനെയല്ല. ഈ ജോലികളെ കുറിച്ച് ഭൂരിപക്ഷവും കേട്ടിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇങ്ങനെയൊക്കെ ജോലികളുണ്ടോ എന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോകും. ഷുവർ. പൊളിയായ അത്തരം ചില ജോലികളെ കുറിച്ചാണ് അൺടോൾഡ് സ്റ്റോറീസിന്റെ ഈ എപ്പിസോഡ് പറയാൻ പോകുന്നത്. കൗതുകകരമായ ഈ ജോലികളെ കുറിച്ച് അറിയുന്നത് ഒരേ സമയം ഫണ്ണും നോളജും നൽകും. ഇനി നമുക്ക് ജോലിക്ക് പോകാം. കമോൺ. ലോകത്തിലെ ഏറ്റവും മികച്ച ജോലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജോലിയെക്കുറിച്ച് തന്നെയാവാം ആദ്യം. എന്തൊക്കെയാണ് ഈ ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് നെഞ്ചിടിക്കുന്നുണ്ടോ? നിങ്ങൾ കരുതുന്ന യാതൊരു ക്വാളിഫിക്കേഷനും സർട്ടിഫിക്കറ്റും ഈ ജോലിക്ക് വേണ്ട. എന്നാൽ നീന്താൻ അറിയാമോ? വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് കിടക്കാൻ അറിയാമോ? വെള്ളത്തിലേക്ക് ചാടിമറിഞ്ഞ് കസർത്തുകൾ കാണിക്കാൻ അറിയാമോ? എങ്കിൽ ഈ ജോലിക്ക് നിങ്ങൾ അർഹനാണ്. ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്ന് ഈ ജോലിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ടൂറിസം വകുപ്പാണ്. ജോലിയുടെ പേര് കേൾക്കണോ? പാരഡൈസ് ഐലൻഡ് കെയർ ടേക്കർ. ആഹാ, എന്ത് നല്ല പേര്! പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദ്വീപുകളുടെ സംരക്ഷകൻ. ഓസ്ട്രേലിയയിലെ ഹാമിൽട്ടൺ ഐലൻഡിലാണ് ജോലി ഒഴിവുള്ളത്. ക്വീൻസ്ലാൻഡ് എന്നും ഹാമിൽട്ടൺ ദ്വീപിന് പേരുണ്ട്. ക്വീൻസ്ലാൻഡിലെ വിറ്റ്സൺഡേ ദ്വീപുകളുടെ സമൂഹമാണ് ഇവിടം. ബ്രിസ്ബണിൽ നിന്ന് 857 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. പ്രകൃതി ഭംഗി കൊണ്ട് നയന മനോഹരം. ആഗോള വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. കാറ്റ്സേ ബീച്ച്, ഹാമിൽട്ടൺ ദ്വീപിലെ ഏറ്റവും ഉയർന്ന സ്ഥലമായ പാസേജ് പീക്ക് എന്നിവയെല്ലാമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. ഈ ദ്വീപിലേക്കാണ് ജോലിക്കാരെ ക്ഷണിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും മികച്ച ജോലിക്ക്. ലോകവ്യാപകമായി ഈ ജോലിക്ക് പരസ്യം ചെയ്യാറുണ്ട്. മാസം വെറും 12 മണിക്കൂർ മാത്രമാണ് റിക്രൂട്ട്മെന്റ്. ഐലൻഡിലെ നൂറുകണക്കിന് സ്പീഷ്യസ് മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുക, ഐലൻഡിലേക്ക് വരുന്ന മെയിൽ കളക്ട് ചെയ്യുക തുടങ്ങിയവയാണ് പ്രധാന ജോലി. കൂടാതെ ടൂറിസ്റ്റുകൾക്കായി ബ്ലോഗ് തയ്യാറാക്കുക, ഫോട്ടോ ഡയറി, വീഡിയോ അപ്ഡേഷൻ എന്നിവയും ചെയ്യേണ്ടതുണ്ട്. പ്ലംബിംഗ്, ഗാർഡനിങ്, ഡ്രൈവിംഗ് തുടങ്ങിയവ അറിയാവുന്നവർക്ക് മുൻഗണന. ആറുമാസത്തെ കോൺട്രാക്റ്റിലാണ് നിയമനങ്ങളെല്ലാം. ഫെബ്രുവരിയിൽ ജോലിക്ക് അപേക്ഷിക്കാം. മെയ് മാസം ആകുമ്പോഴേക്കും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. $1,03,000 6 മാസത്തേക്കുള്ള ശമ്പളം. ഇതിനു പുറമെ പൂളോട് കൂടിയ 3 ബെഡ്റൂം വില്ലയും താമസത്തിന് സൗജന്യമായി കിട്ടും. വർഷം തോറും 2 മില്യൺ ടൂറിസ്റ്റുകളാണ് ഓസ്ട്രേലിയയിലെ ഹാമിൽട്ടൺ ഐലൻഡിൽ എത്തുന്നത്. നീലജലാശയത്തിൽ നീന്തും പരൽമീനിനൊപ്പം നീന്തിയും തുടിച്ചുമുള്ള ഈ ജോലി ഒരു ഒന്നൊന്നര ജോലി തന്നെയല്ലേ? ഭീമൻ പാണ്ഡയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ ചൈന സ്വദേശി കരട് കുടുംബത്തിലെ അംഗമാണ്. വെളുപ്പും കറുപ്പും നിറമാണ് ഇവയ്ക്ക്. അഴകുള്ള മൂക്കും ഉരുണ്ട കണ്ണുകളും വെളുത്ത രോമങ്ങളുള്ള മുഖവും മൃദുവായ രോമങ്ങളുള്ള ചെവിയും കണ്ടാൽ ഓമനത്വം തോന്നുന്ന സസ്തനി വർഗം. പാണ്ഡയുടെ വർണ്ണനയ്ക്ക് അൺടോൾഡ് സ്റ്റോറീസിൽ എന്താണ് കാര്യമെന്നല്ലേ? പറയാം. പാണ്ഡയെ നോക്കാൻ ആളെ ആവശ്യമുണ്ട്. ചൈന ജെയിൻ പാണ്ഡ പ്രൊട്ടക്ഷൻ ആൻഡ് റിസർച്ച് സെന്റർ ആണ് ജോലിദാതാക്കൾ. ചൈനയിലെ സിച്ചുവാനിലാണ് ഈ റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഭീമൻ പാണ്ഡകളുടെയും മറ്റ് അപൂർവ മൃഗങ്ങളുടെയും പരിപാലനയ്ക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. 1987 ആരംഭിച്ചത്. വെറും 6 പാണ്ഡകളുമായിട്ടായിരുന്നു തുടക്കം. എന്നാൽ അവയുടെ എണ്ണം ഇന്ന് 83 ആയി വർദ്ധിച്ചിട്ടുണ്ട്. $32,000 പാണ്ഡ പ്രൊട്ടക്ഷൻ ആൻഡ് റിസർച്ച് സെന്ററിലെ വാർഷിക വരുമാനം. കൂടാതെ സൗജന്യ ഭക്ഷണം, താമസം.
22 വയസ്സ് മുതൽ പ്രായമുള്ളവരെയാണ് ജോലിക്ക് വേണ്ടത്. എഴുത്തും വായനയും പിന്നെ ഫോട്ടോഗ്രാഫിയും വശമായിരിക്കണം. ഇതിനൊക്കെ പുറമെ പാണ്ഡെയെക്കുറിച്ചുള്ള ബേസിക് നോളജും. ലോകത്തിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ജോബ് എന്നാണ് ചൈന ഇതേക്കുറിച്ച് അവകാശപ്പെടുന്നത്. പാണ്ഡെയെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരിക്കുക, പാണ്ഡെയെക്കുറിച്ച് കൂടുതൽ താല്പര്യം ജനിപ്പിക്കുക എന്നിവയൊക്കെയാണ് ഇത്തരമൊരു ജോലി പരസ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പാണ്ഡ ഉപദ്രവിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടോ? സാധാരണയായി ആക്രമണ സ്വഭാവമുള്ള ഒരു മൃഗമല്ല പാണ്ഡ. അതുകൊണ്ട് തന്നെ അത് കടിക്കാറുമില്ല. പേടിക്കേണ്ട ജോലിയല്ല പാണ്ഡയെ നോക്കുന്നത് എന്ന് അർത്ഥം. എന്താ, പോകുന്നോ ചൈനയിലേക്ക് പാണ്ഡയെ പരിപാലിക്കാൻ? ജോലിക്കിടയിൽ ഉറങ്ങിയാൽ പണിഷ്മെന്റ് ഉറപ്പാണ്. എന്നാൽ ഉറക്കം തന്നെ ജോലിയായാലോ? തമാശ പറയാതെ ചേട്ടാ എന്നാണോ? ഇത് തമാശയൊന്നുമല്ല. ഉറക്കം ജോലിയായി സ്വീകരിച്ചിരിക്കുന്നവരും ഈ ലോകത്തുണ്ട്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ തോന്നാത്തവർക്കും ജോലിക്കിടയിൽ കിടക്കയും ഉറക്കവും സ്വപ്നം കാണുന്നവർക്കും ഉറപ്പായും തിരഞ്ഞെടുക്കാവുന്ന ജോലിയാണ് പ്രൊഫഷണൽ സ്ലീപ്പർ. ദിവസം മുഴുവൻ പാട്ടും പാടി ഉറങ്ങാൻ കഴിയുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു ജോലി. ഉറക്ക രീതികൾ വിശകലനം ചെയ്യുന്നതിനോ ഉറക്കവുമായി ബന്ധപ്പെട്ട വിവിധ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തുന്നതിനു വേണ്ടിയുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ ഭാഗമായാണ് പ്രൊഫഷണൽ സ്ലീപ്പറുടെ സഹായം വേണ്ടിവരുന്നത്. വിദ്യാഭ്യാസ മേന്മയൊന്നും ഈ ജോലിക്ക് ആവശ്യമില്ല. പക്ഷേ ഒന്നുണ്ട്, ഏത് സാഹചര്യത്തിലും മതിമറന്നുറങ്ങാനുള്ള കഴിവ്. ആളുകൾ നോക്കി നിന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന മട്ടിൽ ഉറങ്ങാനുള്ള സന്നദ്ധത. പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള ട്യൂബുകളും മറ്റ് ഉപകരണങ്ങളും ശരീരത്തിൽ ഘടിപ്പിച്ചാലും ഉറക്കം മുറിയാത്ത അവസ്ഥ. ഇതൊക്കെ ഈ ജോലിക്ക് വേണ്ട യോഗ്യതകളാണ്. പക്ഷേ ആരോഗ്യം വേണം. കായികമായി ഫിറ്റ് ആയിരിക്കണം. ആശയവിനിമയ ശേഷിയുണ്ടായിരിക്കണം. മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നതുകൊണ്ട് വിഷമിക്കാനും പാടില്ല. ചിലപ്പോൾ ആശുപത്രികളിലോ ആഡംബര ഹോട്ടലുകളിലോ ആയിരിക്കും ജോലി. അതായത് ഉറക്കം. ഉറക്കത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനായി ഒരു മെഡിക്കൽ പ്രൊഫഷണൽ സമീപത്തുണ്ടായിരിക്കും. ഈ ജോലിക്ക് ഇതായിരിക്കും കൃത്യമായ ശമ്പളം എന്ന് പറയാനാവില്ല. മണിക്കൂറുകൾ അടിസ്ഥാനപ്പെടുത്തിയും വിധേയമാക്കുന്ന പരീക്ഷണത്തിന്റെ സ്വഭാവമനുസരിച്ചും വേതനം വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഉറങ്ങാൻ പണം ലഭിക്കുന്നു എന്നതാണ് ഈ ജോലിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതിനു പുറമെ സ്വന്തം ഉറക്ക രീതികളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു. ഗവേഷണങ്ങളിൽ തെളിഞ്ഞു വരുന്ന നിരീക്ഷണങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചികിത്സ ലഭിക്കുന്നു തുടങ്ങിയ ഗുണങ്ങളുമുണ്ട്. 18 വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരാൾക്കും ഇത്തരമൊരു ജോലി തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളുടെ സ്വപ്ന ജോലി ഇതാണോ? അമേസിംഗ് വാട്ടർ സ്ലൈഡുകൾ ആരെയാണ് ആകർഷിക്കാത്തത്? വണ്ടർല അമ്യൂസ്മെന്റ് പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ നാം അത് ആസ്വദിച്ചിട്ടുണ്ട്. ആവേശകരവും സാഹസികവുമായ ഒരു വിനോദമാണ് വാട്ടർ സ്ലൈഡുകൾ. ഇവ വിവിധ തരത്തിലുണ്ട്. ട്യൂബ് സ്ലൈഡുകൾ, ബോഡി സ്ലൈഡുകൾ, ടോഗോഗൺ സ്ലൈഡുകൾ, സ്പീഡ് സ്ലൈഡുകൾ എന്നിങ്ങനെ. ഹോട്ടലുകളിലും റിസോർട്ടുകളിലും അമ്യൂസ്മെന്റ് പാർക്കുകളിലുമെല്ലാം വലിയൊരു ആകർഷണം കുട്ടികൾക്കെന്നത് പോലെ മുതിർന്നവർക്കും ഇത് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അവ എത്രത്തോളം സുരക്ഷിതമാണ് എന്നൊരു ചിന്ത ചിലപ്പോഴെങ്കിലും നമ്മെ പിന്നോട്ട് വലിക്കാറുമുണ്ട്. വാട്ടർ സ്ലൈഡ് ടെസ്റ്ററുടെ റോൾ ഇവിടെയാണ്. വാട്ടർ സ്ലൈഡുകൾ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുകയും അപകട സാധ്യത ഒഴിവാക്കുകയുമാണ് വാട്ടർ സ്ലൈഡ് ടെസ്റ്ററുടെ ജോലി. അതോടൊപ്പം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ രസിപ്പിക്കുകയും അതിന് പലതവണ അത്തരം സ്ലൈഡുകളിൽ കൂടി ഇറങ്ങി എത്ര അളവ് വെള്ളം എത്ര വേഗത്തിൽ കടന്നു പോകണം, എത്ര ആവേഗത്തിൽ താഴെ വരെ എത്താൻ സാധിക്കും, സഞ്ചരിക്കുന്ന വേഗം എത്രത്തോളം രസകരവും സുരക്ഷിതവുമാണ്, എന്തെങ്കിലും ഒഴിവാക്കാനോ കൂട്ടിച്ചേർക്കാനോ ഉണ്ട് എന്നെല്ലാം കണക്കാക്കുന്നത് വാട്ടർ സ്ലൈഡ് ടെസ്റ്റർമാരാണ്. നല്ല ഒബ്സർവേഷൻ പവർ, ശാന്തമായ മനസ്സ്, വിവിധ ടൈപ്പ് റൈഡുകളെ കുറിച്ചുള്ള അറിവ്, നീന്തൽ ഇതെല്ലാമാണ് ഈ ജോലിക്ക് വേണ്ടത്. 18 അതിന് മുകളിലോ പ്രായമുള്ള ധൈര്യശാലിയായ ഉത്സാഹിയായ നിരീക്ഷണ ബുദ്ധിയായ ഒരാൾക്ക് ഈ ജോലി ഏറ്റെടുക്കാം.
ഹോട്ടലുകളിലും അഡ്വഞ്ചർ പാർക്കുകളിലും വാട്ടർ പാർക്ക് സെക്ഷൻ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ ജോലിക്ക് സാധ്യതകൾ ഏറെയുണ്ട്. ഒരു വാട്ടർ സ്ലൈഡ് ടെസ്റ്ററാകണമെന്നാണ് ആഗ്രഹമെങ്കിൽ കായികക്ഷമത നിലനിർത്തേണ്ടതും അത്യാവശ്യമാണ്. എക്സർസൈസ്, ഭക്ഷണ നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച പാടുള്ളതുമല്ല. മണിക്കൂറുകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ജോലി സമയം, ജോലി ചെയ്യുന്ന റിസോർട്ട്, ഹോട്ടൽ എന്നിവയുടെ നിലവാരം തുടങ്ങിയവ കണക്കിലെടുത്തായിരിക്കും ശമ്പളം നിശ്ചയിക്കുന്നത്. മത്സ്യകന്യകയുടെ ജോലി ചെയ്യാമോ? ചോദ്യം തമാശയാണെങ്കിലും ഉത്തരം തമാശയൊന്നുമല്ല. അങ്ങനെയും ഒരു ജോലിയുണ്ട്. അതിനു മുൻപ് മത്സ്യകന്യകയെക്കുറിച്ച് ഇത്തിരി കാര്യം. കഥകളിലും കവിതകളിലും പുരാവൃത്തങ്ങളിലുമെല്ലാം കടന്നു വരാറുള്ള ഒരു സാങ്കല്പിക കഥാപാത്രമാണ് മത്സ്യകന്യക. അരയ്ക്ക് മുകളിലേക്ക് മനുഷ്യ സ്ത്രീയുടെ ശരീരവും താഴേക്ക് മത്സ്യത്തിന്റെയോ ഡോൾഫിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജലജീവിയുടെയോ ശരീരം. ഇതാണ് മത്സ്യകന്യക. ലോകത്തിലെ ഒരുവിധം എല്ലാ സംസ്കാരങ്ങളിലും സമാനമായ രീതിയിലുള്ള സങ്കല്പങ്ങളുമുണ്ട്. ഇത്തരത്തിലുള്ള മത്സ്യകന്യകയായി മാറുക എന്നതാണ് മെർമെയ്ഡ് ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ പ്രോഗ്രാമുകളിലും ബീച്ചുകളിലും പൂൾ പാർട്ടികളിലും ലക്ഷറി ഇവന്റുകളിലുമെല്ലാം മെർമെയ്ഡുകൾ ഉണ്ടാകും. സാധാരണയായിട്ടുള്ള ചടങ്ങുകളെ പോലും കളർഫുള്ളാക്കി മാറ്റാൻ മത്സ്യകന്യകമാരുടെ സാന്നിധ്യം സഹായിക്കുന്നു. കാഴ്ചയുടെ സൗന്ദര്യവും കൗതുകങ്ങളുടെ ലോകവും ഒരുപോലെ ഇവിടെ സമ്മേളിക്കുന്നു. അതിഥികൾക്കൊപ്പം നീന്തുക, സംസാരിക്കുക, കുട്ടികളെ രസിപ്പിക്കുക, മാജിക്കുകൾ കാണിക്കുക, ഇവയെല്ലാം വഴിയാണ് ഇക്കൂട്ടർ പണം നേടുന്നത്. ഇതിനു പുറമെ മത്സ്യകന്യകയായി എങ്ങനെ മാറാം എന്നതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പരിശീലനം നൽകിയും പണം സമ്പാദിക്കാം. കൂറ്റൻ അക്വേറിയങ്ങളിൽ കൊറിയോഗ്രാഫി നടത്തിയും മെർമെയ്ഡുകൾ ആസ്വാദകരെ ഹരം കൊള്ളിക്കുന്നു. മോഡലിംഗ്, അഭിനയം, ആലാപനം, സ്റ്റാൻഡപ്പ് കോമഡി എന്നിവയിലും ഇക്കൂട്ടർക്ക് വാസനയുണ്ടെങ്കിൽ ഏറെ നല്ലത്. നീന്തൽ വൈദഗ്ധ്യം, അണ്ടർ വാട്ടർ തന്ത്രങ്ങൾ, ശ്വാസം പിടിച്ചു നിർത്താനുള്ള കഴിവ് എന്നിവയെല്ലാമാണ് മെർമെയ്ഡ് ആകാനുള്ള അടിസ്ഥാന യോഗ്യതകൾ. വെറുമൊരു ജോലി എന്നതിനപ്പുറം മറ്റ് പല ജോലികളിലും എന്നതുപോലെ പ്രൊഫഷണലിസവും കഠിനാധ്വാനവും ആത്മസമർപ്പണവും താല്പര്യവും എല്ലാം ഈ ജോലിക്കും അത്യാവശ്യമാണ്. ഇനി രസകരമായ മറ്റൊരു ജോലിയെക്കുറിച്ച് പറയാം. ഉറങ്ങാൻ പണം കിട്ടുന്നത് പോലെ ക്യൂ നിന്നാൽ പണം കിട്ടുന്ന ജോലിയാണത്. ലൈൻ സ്റ്റാൻഡർ, ക്യൂ സ്റ്റാൻഡർ, ലൈൻ സീറ്റർ, ക്യൂ പ്രൊഫഷണൽ എന്നെല്ലാമാണ് ഈ ജോലി അറിയപ്പെടുന്നത്. അതായത് ക്യൂ നിന്ന് മാത്രം സാധിച്ചെടുക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾക്ക് അത്രയും ദീർഘിച്ച സമയം ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ടുമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ സ്റ്റാൻഡ് ഇൻ ലൈനറുടെ സഹായം തേടാവുന്നതാണ്. കൃത്യമായ പണം ഇക്കാര്യത്തിന് നൽകിയാൽ മതിയാകും. സിനിമാ തിയേറ്ററുകളിലും കളിക്കളത്തിലും മറ്റുമായിട്ടായിരുന്നു നേരത്തെ ഈ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇന്നത്തെ മാറിയ കാലത്ത് ഓൺലൈനിലൂടെ ഇത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ നിർവഹിക്കപ്പെടുന്നതിനാൽ ഇവയുടെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. എങ്കിലും അടുത്ത കാലം വരെ ലോകം മുഴുവനും ലൈൻ സ്റ്റാൻഡിന്റെ സേവനം പരക്കെ അംഗീകരിക്കപ്പെട്ടിരുന്നു. പോളണ്ടിലെ പ്രൊഫഷണൽ ലൈൻ സ്റ്റാൻഡറായ തദേസ് സാക്ക് പറയുന്നത് അദ്ദേഹം ഒരിക്കൽ 40 മണിക്കൂർ വരെ ക്യൂവിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അപൂർവ സ്പെഷ്യലൈസേഷൻ ആവശ്യമുള്ള ചില ഇടങ്ങളിൽ ഇന്നും ഇത്തരക്കാരുടെ സേവനം അത്യാവശ്യമാണ്. സത്യസന്ധത, വിശ്വസ്തത, സ്ഥിരത എന്നീ ഗുണങ്ങളെല്ലാം ഒരു സ്റ്റാൻഡ് ഇൻ ലൈനർക്ക് അത്യാവശ്യമാണ്. പലതരം എഴുത്തുകാരെ കുറിച്ച് നമുക്കറിയാം. സാഹിത്യവും സിനിമയും എഴുതുന്നവർ മുതൽ കോപ്പി റൈറ്ററും കണ്ടന്റ് റൈറ്ററും വരെ എത്രയെത്ര എഴുത്തുകാർ. പക്ഷേ ഫോർച്യൂൺ കുക്കി റൈറ്റർ എന്ന പേര് എത്ര പേർക്ക് പരിചിതമാണ്? രസകരമായ ജോലി ചെയ്യുന്നവരിൽ ഒരു വിഭാഗമാണ് ഫോർച്യൂൺ കുക്കി റൈറ്റർ. ഈ ജോലിയെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പ് എന്താണ് ഫോർച്യൂൺ കുക്കി റൈറ്റ് എന്ന് പറയാം. ഫോർച്യൂൺ കുക്കികൾ എന്നത് ഒരു മധുര പലഹാരമാണ്. ചൈനീസ് ഫുഡ് റെസ്റ്റോറൻറ്റുകളിലാണ് ഇത് കൂടുതലായും ലഭിക്കുന്നത്. ഇത്തരം മധുര പലഹാരങ്ങൾക്കുള്ളിൽ ഒരു കടലാസ് സ്ലിപ്പ് ഉണ്ടാകും. ഈ സ്ലിപ്പിൽ എഴുതി വെക്കുന്നത് പലപ്പോഴും കുറുക്കിക്കൊള്ളുന്ന ഒരു തത്വചിന്തയോ പോസിറ്റീവ് കൊട്ടേഷനോ എന്തുമാകാം. ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളും ഉദ്ധരണികളും ഒക്കെ ഇതിൽ കടന്നു വരാം.
ഉദാഹരണത്തിന്, ഇന്ന് നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷകരമായ ഒരു അനുഭവം കാത്തു നിൽക്കുന്നു എന്നതാകാം. ഒരു പുതിയ തുടക്കം നിങ്ങൾക്കുണ്ട് എന്നതോ പഴയതെല്ലാം മറന്ന് നല്ലൊരു ജീവിതം ആരംഭിക്കുന്നു എന്ന ആശംസയോ ആവാം. ഇതെല്ലാം വായിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന പോസിറ്റീവ് വൈബ്സ് ഒട്ടും നിസ്സാരമല്ല. അതുപോലെ ചില മഹത് വചനങ്ങളും കുക്കീസിലെ സ്ലിപ്പിനുണ്ടാകും. അത് വായിക്കുമ്പോഴും നാം പോസിറ്റീവ് ആകും. ഇങ്ങനെ ഫോർച്യൂൺ കുക്കീസിലെ എഴുതാനുള്ള വാചകങ്ങൾ തയ്യാറാക്കുന്നവരാണ് ഫോർച്യൂൺ കുക്കി റൈറ്റർ. നല്ല രീതിയിൽ ഭാഷ ഉപയോഗിക്കാൻ അറിയാവുന്നവർക്കും നല്ല വായനയുള്ളവർക്കും ചെറിയ വാക്കുകളിലൂടെ ആശയം പ്രകടിപ്പിക്കാൻ അറിയാവുന്നവർക്കുമെല്ലാം ഫോർച്യൂൺ കുക്കി റൈറ്റർ ആകാം. $40,000 മുതൽ $80,000 വരെ പ്രതിഫലം കൈപ്പറ്റുന്ന ഫോർച്യൂൺ കുക്കി റൈറ്റർമാർ നിലവിലുണ്ട്. മണിക്കൂറും ദിവസവും അനുസരിച്ച് പ്രതിഫലത്തിൽ മാറ്റം വരാം. മറ്റുള്ളവർക്ക് ഭാഗ്യം നേരാനും പ്രതീക്ഷയും പ്രത്യാശയും നൽകാനും കഴിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും അവയൊക്കെ ഉണ്ടായിരിക്കണം. ക്രിയാത്മകമായ മനസ്സും ചടുലമായ ഭാഷയും ഉണ്ടെങ്കിൽ ആർക്കും ഫോർച്യൂൺ റൈറ്റർ ആകാം. ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധയും താല്പര്യവും രുചിഭേദങ്ങൾ വേർതിരിച്ചറിയാനുള്ള കഴിവുമുള്ളവർക്ക് പരീക്ഷിക്കാവുന്ന ചില ജോലികളെ കുറിച്ചാവാം ഇനി. അല്ലെങ്കിൽ ഭക്ഷണം ഒഴിവാക്കി നമുക്കൊരു ജീവിതമുണ്ടോ? അല്ലെ, വിളമ്പിത്തരുന്നത് മുന്നും പിന്നും നോക്കാതെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിപക്ഷവും. അത് നമ്മൾ സാധാരണക്കാരായതുകൊണ്ട്. പക്ഷേ സ്ഥാനവും പദവിയും അനുസരിച്ച് ഇക്കാര്യത്തിൽ മാറ്റം വരാം. രാജാക്കന്മാരുടെ കാലം മുതൽക്കേ നിലവിലുണ്ടായിരുന്ന ഒരു രീതിയുണ്ട്. അവർക്കുള്ള ഭക്ഷണം രുചിച്ചു നോക്കി അതിൽ വിഷാംശമില്ലെന്നും ഭക്ഷ്യയോഗ്യമാണെന്നും ഉറപ്പുവരുത്തുക. ജനാധിപത്യ കാലത്തും സ്വേച്ഛാധിപത്യ കാലത്തും ഈ വഴക്കം മുടക്കമില്ലാതെ തുടർന്നു പോന്നു. പുരാതന റോമിൽ അടിമകളെയായിരുന്നു ഇത്തരം കാര്യങ്ങൾക്കായി നിയോഗിച്ചിരുന്നത്. അടിമകൾ രാജാക്കന്മാരുടെ ഭക്ഷണം രുചിച്ചു നോക്കി അവർക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രമാണ് രാജാവ് ഭക്ഷണം കഴിച്ചിരുന്നത്. ലോകത്തെ മുഴുവൻ ഭീതിയിലാക്കിയ ഹിറ്റ്ലർ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും അത് രുചിച്ചു നോക്കാൻ സ്ത്രീകളുടെ സൈന്യം തന്നെ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇത് ഭരണാധികാരികളുടെയും പ്രശസ്തരുടെയും കാര്യം. പക്ഷേ ഇപ്പോൾ വീട്ടിലെ ഓമന മൃഗങ്ങളുടെ ഭക്ഷണം രുചിച്ചു നോക്കി ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന രീതികളുമുണ്ട്. പെറ്റ് ഫുഡ് ടേസ്റ്റർ എന്നാണ് ഇക്കാര്യം ചെയ്യുന്നവർ അറിയപ്പെടുന്നത്. വളർത്തു മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് രുചിയും മണവും ഗുണനിലവാരവും ഉണ്ടോ എന്ന് പരിശോധിച്ചറിയുകയാണ് ഫുഡ് ടെസ്റ്ററുടെ ഡ്യൂട്ടി. ഒരു പ്രത്യേക ഭക്ഷണത്തിന്റെ രുചിയോ മണമോ വളർത്തു മൃഗങ്ങൾക്ക് വേറിട്ട് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നെല്ലാം രുചിച്ചറിയുന്നു. വളർത്തു മൃഗങ്ങൾക്കുള്ള എല്ലാ ഭക്ഷണവും മനുഷ്യന് ഭക്ഷ്യയോഗ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ രുചിച്ചു നോക്കിയതിനു ശേഷം തുപ്പിക്കളയുകയാണ് പതിവ്. തന്റെ പൊന്നോമനകൾക്ക് മെച്ചപ്പെട്ട ഭക്ഷണം ലഭ്യമാക്കുക എന്ന ഉടമസ്ഥരുടെ അതിയായ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ജോലിക്ക് സാധ്യത തുറന്നുകൊടുത്തത്. മനുഷ്യരെക്കാൾ മൃഗങ്ങളെ സ്നേഹിക്കുന്നവർ എന്നും എവിടെയും ഉണ്ടല്ലോ. വളർത്തു മൃഗങ്ങൾക്കുള്ള ഭക്ഷണം എങ്ങനെ രുചിച്ചു നോക്കും എന്ന് ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ആർക്കും തോന്നാനിടയുണ്ട്. പക്ഷേ ഈ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട് എന്നതാണ് വാസ്തവം. ചോക്ലേറ്റ് എന്നും ഐസ്ക്രീം എന്നും കേൾക്കുമ്പോൾ നാവിൽ കൊതി തോന്നാത്തവരായി ആരെങ്കിലുമുണ്ടോ? ചോക്ലേറ്റ് ടെസ്റ്റർ, ഐസ്ക്രീം ടെസ്റ്റർ എന്നിങ്ങനെ രുചിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന മറ്റ് നിരവധി മേഖലകളുമുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ വ്യത്യസ്ത തരം രുചിയുള്ള ചോക്ലേറ്റുകൾ രുചിച്ചു നോക്കി അതിന്റെ ഗുണനിലവാരം തിട്ടപ്പെടുത്തുന്നവരാണ് ചോക്ലേറ്റ് ടെസ്റ്റർമാർ. ചോക്ലേറ്റ് രുചികൾ ആഴത്തിൽ ആസ്വദിച്ച് കഴിക്കേണ്ടവയായതുകൊണ്ട് ഇത് അത്ര നിസ്സാര ജോലിയൊന്നുമല്ല. എത്രയോ ഫ്ലേവറുകളിലായി വർണ്ണശബളതയോടെയാണ് ഓരോ ചോക്ലേറ്റുകളും നമ്മെ തേടി വരുന്നത്. ചോക്ലേറ്റുകളുടെ രുചി, ഘടന, ഉരുകൽ, പൂപ്പൽ, തണുപ്പിക്കൽ എന്നിവയെക്കുറിച്ച് കൃത്യമായ ഗ്രാഹ്യം ഇവർക്കുണ്ടായിരിക്കണം. അലസവേളയിൽ നാം നുണയുന്ന ഒരു ചോക്ലേറ്റിന് പിന്നിൽ പോലും
ഒരു ചോക്ലേറ്റ് ടെസ്റ്ററുടെ നിർണായക ഇടപെടലുണ്ട്. ചോക്ലേറ്റ് ടെസ്റ്റർ എന്നതുപോലെ മികച്ച രുചിഭേദമാണ് ഐസ്ക്രീം ടെസ്റ്ററേയും വ്യത്യസ്തനാക്കുന്നത്. ശീതീകരിച്ച ട്രീറ്റുകൾ വിലയിരുത്തുക, രുചിക്കുക തുടങ്ങിയവയെല്ലാമാണ് ഇവരുടെ ജോലി. ഫ്ലേവറോളജിസ്റ്റ്, സെൻസറി അനലിസ്റ്റ്, ടേസ്റ്റ് മാസ്റ്റർ തുടങ്ങിയ പേരുകളിലും ഇവർ അറിയപ്പെടുന്നുണ്ട്. പരീക്ഷണങ്ങൾ നടത്താനുള്ള സന്നദ്ധത, പുതിയ മിശ്രിതങ്ങൾ കണ്ടെത്താനുള്ള കഴിവ് ഇവയെല്ലാം അത്യാവശ്യ ഘടകങ്ങളാണ്. ഐസ്ക്രീമിന്റെ രുചി, മണം, ഘടന, രൂപഭാവം എന്നിവയെല്ലാം ഇവർ വിലയിരുത്തുന്നു. ഒരു ദിവസം 30-ലേറെ വ്യത്യസ്ത തരം ഐസ്ക്രീമുകൾ രുചിച്ചു നോക്കാൻ ഇവരിൽ ചിലർക്കെങ്കിലും അവസരമുണ്ട്. ഐസ്ക്രീം നിർമ്മിക്കുന്ന വൻകിട കോർപ്പറേഷനുകൾക്ക് വേണ്ടിയാണ് ഐസ്ക്രീം ടെസ്റ്ററുകൾ ജോലി ചെയ്യുന്നത്. വീഡിയോ ഗെയിമുകളെ കുറിച്ച് ആരാണ് കേട്ടിട്ടില്ലാത്തത്? പബ്ജി, കാൻഡി ക്രഷ്, ടെമ്പിൾ റൺ, ഇങ്ങനെ എത്രയെത്ര വീഡിയോ ഗെയിമുകൾ. കൊച്ചുകുട്ടികൾ പോലും വീഡിയോ ഗെയിമുകൾക്ക് അടിമകളായി മാറിയിരിക്കുന്ന ലോകത്തിലാണ് നാം ഇപ്പോൾ. 1950 മുതൽക്കാണ് വീഡിയോ ഗെയിമുകളുടെ ചരിത്രം ആരംഭിക്കുന്നത്. ഗവേഷണത്തിന്റെ ഭാഗമായും വിനോദത്തിന്റെ ഭാഗമായിട്ടുമാണ് വീഡിയോ ഗെയിമുകൾ ആരംഭിച്ചത്. തുടക്കത്തിലൊന്നും അവ ഇന്നത്തേതുപോലെ വ്യാപകമാവുകയോ അപകടം പതിയിരിക്കുന്നവയോ ആയിരുന്നില്ല. എന്നാൽ കാലം മാറിയപ്പോൾ അവ അപകടം പിടിച്ച ഒന്നായി മാറി. ഗുണത്തേക്കാളേറെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് വീഡിയോ ഗെയിമുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പൊതുപഠനം. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് വീഡിയോ ഗെയിം ടെസ്റ്റർമാരുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. വീഡിയോ ഗെയിം തയ്യാറാക്കുന്ന സാങ്കേതിക കമ്പനികൾക്ക് വേണ്ടിയാണ് വീഡിയോ ഗെയിം ടെസ്റ്റർമാർ ജോലി ചെയ്യുന്നത്. ഒരു ഗെയിം ആളുകളിലേക്ക് എത്തുന്നതിന് മുൻപ് അതിൻ്റെ സാങ്കേതികവും ക്രിയാത്മകവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഡെവലപ്പർമാരെ സഹായിക്കുക എന്നതാണ് ഇവരുടെ ജോലി. വ്യവസായ അടിസ്ഥാനത്തിൽ വളരെ മികച്ച സാധ്യതകളാണ് ഒരു വീഡിയോ ഗെയിം ടെസ്റ്ററെ കാത്തിരിക്കുന്നത്. ഇങ്ങനെ കൗതുകകരമായ, രസകരമായ, പറഞ്ഞാൽ ചിലരെങ്കിലും വിശ്വസിക്കാത്ത എത്രയോ യാഥാർത്ഥ്യങ്ങൾ വേറെയുമുണ്ട്. പറയാത്തതും കേൾക്കാത്തതുമായ അത്തരം വ്യത്യസ്ത കഥകളുമായി ഇനി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം.